ഇന്നലത്തെ MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം ഒന്ന് റീവൈൻഡ് അടിച്ച് കേരളത്തിലെ ലീഗിൻ്റെ നേതൃത്വം കേൾക്കണം. MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ വാക്കുകൾ മുസ്ലിം ലീഗിൻ്റെ പരമ്പരാഗതമായ ശൈലിയിൽ അവർ നടത്താറുള്ള വാർത്താ സമ്മേളനങ്ങളുടെ അവർ നടത്താറുള്ള പ്രതികരണങ്ങളുടെ രീതിയായിരുന്നോ അതോ ജമായത്ത് ഇസ്ലാമിയുടെ ഭാഷയിലാണോ MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് സംസാരിച്ചത് എന്ന് ലീഗിൻ്റെ നേതൃത്വം ഇന്നലത്തെ പത്രസമ്മേളനം സ്ക്രോൾ ചെയ്തൊന്ന് കേൾക്കണം. നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ ലീഗിൻ്റെ നേതാക്കന്മാരുടെ പത്രസമ്മേളനം. PK കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ എത്ര പത്രസമ്മേളനം നടത്തിയിരിക്കുന്നു, എത്ര ജാഗ്രതയോടുകൂടിയാണ് അവരെല്ലാം സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോൾ ആ ജാഗ്രതക്കകത്ത് വരുന്ന ചില വാക്കുകൾ, ആ പത്രസമ്മേളനം വരുന്ന ചില വാക്കുകൾ, PK നവാസിൻ്റെ വാക്കുകൾ കേട്ടില്ല. എന്തൊക്കെ വാക്കുകൾ ഉപയോഗിച്ചത്? ഇടത് ഹിന്ദുത്വ, ബ്രാഹ്മണിക്കൽ ലെഫ്റ്റ്, ബ്രാഹ്മണിക്കൽ അജണ്ട, ഈ വാക്കുകളൊക്കെ ഇവിടുന്ന് കിട്ടി. ഈ കേരളത്തിനകത്ത് ഇടതുപക്ഷത്തെക്കുറിച്ച് അങ്ങനെ ഒരു ആരോപണം കേരളത്തിലെ മതനിരപേക്ഷവാദികളായ മനുഷ്യർക്കുണ്ടോ? അങ്ങനെ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ഏതെങ്കിലുമൊക്കെ വാക്കുകൾ ഉപയോഗിച്ചാൽ കേരളത്തിനകത്ത് ഇടതുപക്ഷത്തെ പ്രതിരോധിക്കാൻ ഇവർക്കാകുമോ? എങ്ങനെയാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്? എന്താണ് ഇവർ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്നത്? അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ നാക്കായി, ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയം പേറുന്നവരായി കേരളത്തിലെ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ഭാരവാഹികൾ മാറിയിരിക്കുന്നു. എന്താണ് ഞങ്ങൾ പറയുന്ന വിമർശനം? ഈ വിമർശനമാണ് മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ വന്ന് ഈ വർഗീയതയാണ് അവർ പറയുന്നത്. ഈ വർഗീയത പറയുന്ന ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്? ഈ വർഗീയത പറയുന്നത് ആരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? ഏത് ആശയം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? മൗദൂദിയുടെ ആശയത്തോട് യോജിക്കാൻ കഴിയുമോ? ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിലെ മതനിരപേക്ഷവാദികളായ ഏതെങ്കിലും മനുഷ്യർക്ക് മൗദൂദിയുടെ ആശയത്തോട് യോജിക്കാൻ കഴിയുമോ? മതരാഷ്ട്രവാദത്തോട് യോജിക്കാൻ കഴിയുമോ? ആ യോജിക്കുന്ന ആശയം ശരിയാണെന്ന് പറയല്ലേ MSFന്റെ സംസ്ഥാന പ്രസിഡന്റ്? ആ ആശയമല്ലേ അവർ ശരിയാണ് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ആ നിലയിൽ അവരെ നമുക്ക് മുന്നോട്ട് വിടാൻ വേണ്ടി കഴിയില്ല. ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കേണ്ടത് വിദ്യാർത്ഥി അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തിട്ടാണ്, അല്ലാതെ അവർക്കിടയിൽ മതം പറഞ്ഞിട്ടല്ല മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ മതം പറഞ്ഞ് സംഘടിപ്പിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഈ രാജ്യത്തെ പുതിയ സാമൂഹ്യ സാഹചര്യത്തിൽ ഏതെങ്കിലുമൊക്കെ മതവിഭാഗങ്ങൾ അവരുടേതായ നിലയിൽ മാത്രം സംഘടിച്ച് സമരം ചെയ്താൽ നിലവിൽ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ മതനിരപേക്ഷവാദികളായ മനുഷ്യരാണ് ചിന്തിക്കുന്നത്, മതവിശ്വാസികളായ മനുഷ്യരാണ് ചിന്തിക്കുന്നത്. ഏതെങ്കിലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംഘടിപ്പിക്കപ്പെട്ട് ആ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംഘടിപ്പിക്കപ്പെട്ട് പോരാട്ടം നടത്തിയാൽ ഇന്നത്തെ വർത്തമാനകാല ഇന്ത്യയിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഭരിക്കുന്ന RSS നിയന്ത്രിക്കുന്ന വർഗീയ ശക്തികൾ ഉയർത്തുന്ന വെല്ലുവിളിയെ നേരിടാൻ കഴിയുമോ? നമ്മുടെ മുന്നിൽ എത്ര ഉദാഹരണങ്ങളുണ്ട്. അങ്ങനെ നേരിടാൻ കഴിയില്ല എന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. മതനിരപേക്ഷത കൊണ്ട് മാത്രമേ വർഗീയവാദികളെ നേരിടാൻ കഴിയൂ. മതനിരപേക്ഷമായ ആശയങ്ങൾ ഉയർത്തി മാത്രമേ വർഗീയതയ്ക്കെതിരായി പോരാട്ടം നടത്താൻ കഴിയൂ. അവിടെ MSF ആ പൊസിഷനിലേക്ക് വരുന്നില്ല. അത് ഞങ്ങൾ രാഷ്ട്രീയ വിമർശനമാണ്. മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഈ പോരാട്ടം നയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട MSF അതിനു പകരം വർഗീയത ഉയർത്തിപ്പിടിച്ച് ക്യാമ്പസിലേക്ക് പോവാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? താൽക്കാലികമായ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി. താൽക്കാലികമായ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി യഥാർത്ഥ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ കേരളത്തിൽ ഒറ്റുകൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് പറഞ്ഞത്? മതവിശ്വാസം, യഥാർത്ഥ മതവിശ്വാസിയാണ് ഞാൻ എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം വല്ലാത്തൊരു ഉദാഹരണമാണ് ഇന്നലെ MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉദ്ദേശിച്ചത്. മഹാത്മാഗാന്ധിയെ ഒക്കെ ഉദ്ധരിക്കുന്നത് കേട്ടു. ഞാൻ ചോദിക്കട്ടെ, മഹാത്മാഗാന്ധി വിശ്വാസിയായിരുന്നു. ആ മഹാത്മാഗാന്ധിയെ കൊന്നുകളഞ്ഞതാരാണ്? മഹാത്മാഗാന്ധിയെ കൊന്നുകളഞ്ഞത് അതേ വിശ്വാസത്തിൻ്റെ പേരിൽ വർഗീയത പറയുന്നവരാണ്. നിങ്ങൾ മഹാത്മാഗാന്ധിയൊക്കെ ഞാൻ വിശ്വസിക്കാൻ തെളിയിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട നവാസ് ഉദ്ധരിക്കുമ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, യഥാർത്ഥ വിശ്വാസിയാരാണ്? ഈ വർഗീയവാദികൾക്ക് വിശ്വാസത്തെപ്പറ്റി പറയാൻ എന്താണ് അവകാശം? ഒരു കാര്യം അടിവരയിട്ട് SFI പറയാൻ ആഗ്രഹിക്കുക, ഒരു വർഗീയവാദിക്കും മതവിശ്വാസിയാവാൻ കഴിയില്ല. ഒരു മതവിശ്വാസിയും വർഗീയവാദിയുമല്ല.